കണ്ണനെ കണി കണ്ടുണരുന്ന ഒരു വിഷുപ്പുലരി കൂടി വന്നെത്തി. ഏവർക്കും നിറം ഫാബിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഈ വിഷുകാലത്തെ നമുക്ക് ഒന്നിച്ച് വരവേൽക്കാം. കുടുംബത്തോടൊപ്പം എത്തി പർച്ചേസ് ചെയ്യാൻ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് വെയറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതും ആകർഷകമായ ഓഫറുകളോടെ. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. സ്വന്തം മകൻ കരൾ നൽകാൻ തയ്യാറായിട്ടും ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വീട്ടമ്മ സുമനസുകളുടെ സഹായം തേടുന്നു. ചേലക്കര പഞ്ചായത്തിൽ 21-ാം വാർഡിൽ നെന്മനത്ത് പറമ്പിൽ ഉണ്ണിയുടെ ഭാര്യ ദിവ്യ ഉണ്ണി ഓമന കരൾ സംബന്ധമായ രോഗവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഡോക്ടർമാരുമായി സംസാരിച്ചപ്പോൾ എത്രയും വേഗം ലിവർ മാറ്റിവെക്കണം എന്നുള്ളതാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് ഉണ്ണിയേട്ടനെയും ആ കുടുംബവും സാമ്പത്തികമായി വളരെയധികം പിന്നോക്കാവസ്ഥയിലാണ് ഇപ്പോഴത്തെ നില. നല്ല എല്ലാ ആളുകളുടെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ആളുകളെയും കൂടി ചേർന്ന് ഒരു ഓമന ഉണ്ണി ചികിത്സാ സഹായ സമിതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെയർമാനാണ് ഞാൻ. കൺവീനർ രവീന്ദ്രനാണ്. ട്രഷറായിട്ട് ഈ ഓമന ഉണ്ണിയുടെ ഭർത്താവ് ഉണ്ണിയേട്ടനാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വലിയൊരു സംഖ്യയാണ് ഇതിന് ചിലവ് വരുന്നത്. ദിവ്യയ്ക്ക് 43 വയസ്സ് പ്രായമാണ് ആയിട്ടുള്ളൂ. വളരെ ചെറുപ്പമാണ്. എന്ത് തന്നെയാലും എത്രയും പെട്ടെന്ന് ഇങ്ങനെ കരൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ഒരു സഹായമാവും ആ കുടുംബത്തിന്. മാത്രമല്ല കുടുംബശ്രീ രംഗത്തും പൊതുരംഗത്തുമൊക്കെ വളരെ സജീവ സാന്നിധ്യമായിരുന്നു ഓമന ഉണ്ണി. അവരുടെ ആ ഒരു പൊതുരംഗത്തുള്ള പ്രവർത്തനവും കുടുംബശ്രീയുമായിട്ടുള്ള ബന്ധവും ഒക്കെ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പോൾ സമൂഹത്തിൽ ആ കുടുംബത്തെ സഹായിക്കേണ്ടത് നല്ലവരായ എല്ലാ മനസ്സുകളുടെയും സഹായം ഉണ്ടാകണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. കരൾ ചികിത്സയിൽ കഴിയുന്ന അമ്മയ്ക്ക് മകൻ കരൾ തരാൻ തയ്യാറായി എത്തിയെങ്കിലും ചികിത്സിക്കാൻ പണമില്ലാത്തതിനെ തുടർന്ന് ഒരു കുടുംബം സുമനസുകളുടെ കാരുണ്യം തേടുകയാണെന്ന് ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ഓമന ഉണ്ണി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചു. ഏതാനും ദിവസങ്ങളായി. ഓമന ഉണ്ണിയെ സംബന്ധിച്ച് വളരെ സജീവമായി ചേലക്കരയുടെ പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു പ്രവർത്തകയാണ്. മാത്രവുമല്ല ഉണ്ണിയേട്ടനും അതേപോലെ തന്നെ ഒരുമിച്ചിട്ടുള്ള ആ ഒരു വളരെ ദയനീയമായ ഹോസ്പിറ്റലിലൊക്കെ പോയി നേരിട്ട് എനിക്ക് കാണാനും അവരുടെ വീട്ടിലടക്കം പോയി സന്ദർശിച്ചപ്പോൾ വളരെ ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ അവരുടെ ഉള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഡോക്ടറുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കത് കരൾ മാറ്റിവെക്കൽ നടത്തണം. അതിന് അവരുടെ മകൻ തയ്യാറായിട്ടുണ്ട്. അത് ക്രോസ് മാച്ചിങ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സാമ്പിൾ എല്ലാം എടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് അടുത്ത ദിവസങ്ങൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ് നമുക്കുള്ളിലുള്ളത്. നമുക്ക് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു നിർവാഹമില്ല അങ്ങനെയൊരു കേസായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആബാലവൃന്ദം ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായും ജാതിമത ചിന്തകൾക്ക് അതീതമായും അവരുടെ നിർധനമായ ഒരു കുടുംബമായതുകൊണ്ട് ഇത്രയും വലിയ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, വലിയൊരു സംഖ്യയാണ് അതിനകത്ത് വരുന്നത്. അതിന് ഇത്ര ശതമാനം അവിടെ കെട്ടിവെച്ചിട്ട് വേണം അത് തുടങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകളുടെയും കഴിയുന്നത്ര നമ്മളാൽ കഴിയുന്ന ഒരു സഹായം, അദ്ദേഹത്തിൻ്റെ ഒരു QR കോഡൊക്കെ തയ്യാറാക്കി ഇങ്ങനെയുള്ള നോട്ടീസ് സോഷ്യൽ മീഡിയകളിലും അതേപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലും പത്രങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നേരിട്ട് ആ അക്കൗണ്ടിൽ നമുക്ക് പരമാവധി ആളുകൾ ഈ ഒരു കാര്യങ്ങളിൽ എത്തണം എന്നുള്ളതാണ് ഈ ഒരു ദൃശ്യമാധ്യമങ്ങളിൽ കൂടി നമുക്ക് പറയാനുള്ളത്. എല്ലാ ആളുകളുടെ കയ്യിലും കൺമുന്നിൽ എത്തുമ്പോൾ വലിയൊരു സഹായം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവരുടെ ആ കുടുംബം നിൽക്കുന്നത്. ആ കുടുംബത്തിന് ഓമന ഉണ്ണിക്കും ഈശ്വരം സഹായിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് കരൾ മാറ്റിവെച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. സുമനസ്സുകളായിട്ടുള്ള മുഴുവൻ ആളുകളും അവരുടെ അങ്ങേയറ്റം ഒരു പ്രവർത്തനം ഈ ചേലക്കരയിലെ ഈ ഓമന ഉണ്ണി 21-ാം വാർഡിലെ ഈ ഓമന ഉണ്ണിക്ക് ഉണ്ടാവട്ടെ. തൃശൂർ ജില്ലയിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ 21-ാം വാർഡ് ഗ്രാമം നെന്മനത്ത് പറമ്പിൽ ഉണ്ണിയുടെ ഭാര്യ ഓമന ഉണ്ണി 43 വയസ്സ് കരൾ രോഗത്തെ തുടർന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.
രോഗം മൂർച്ഛിച്ചതോടെ എത്രയും വേഗം കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഓപ്പറേഷനും ചികിത്സയ്ക്കുമായി വരുന്ന വലിയൊരു തുക കണ്ടെത്തുക എന്നത് കർഷകനായ ഉണ്ണിക്ക് അസാധ്യമായ കാര്യമാണ്. മകൻ അമ്മയ്ക്ക് സ്വന്തം കരൾ നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ചികിത്സയ്ക്കായി ഇവർ സുമനസുകളുടെ സഹായം തേടുകയാണ്. എല്ലാ പൊതുസമൂഹത്തിനോട് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. അതുകൂടാതെ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൊതുരംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെയാണ് ഇവിടെ കുടുംബശ്രീ മിഷനിലായാലും ഏതൊരു കാര്യത്തിനായാലും എന്ത് ഒരു മീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്താലും അപ്പോൾ ആ നിമിഷം അവിടെ ഓടിയെത്തും. അവർ CDS ആയാലും ADS ആയാലും ഒരു ഫോൺ കോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, അപ്പോഴേക്കും അവർ ഓടി അവിടെ എത്തും. അങ്ങനെ സജീവമായിട്ട് പൊതുരംഗത്ത് ഉണ്ടായിരുന്ന എൻ്റെ ഭാര്യ ഇപ്പോൾ 2 ആഴ്ചയായിട്ടാണ് ഇപ്പോൾ ഈ അസുഖം ഇത്രയും മൂർച്ഛിക്കാൻ ഉണ്ടായ കാരണം. അതായത് ഒരു 2 മാസമായി ഞങ്ങളിങ്ങനെ മാറി പല ഹോസ്പിറ്റലുകളിലും പോയി നോക്കിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ബയോക്സിൻ ചെയ്തത്. ബയോക്സിൻ്റെ റിസൾട്ട് ഇപ്പോൾ 2 ആഴ്ച മുന്നെയാണ് കിട്ടിയത്. അതിലാണ് ഈ 4ാമത്തെ സ്റ്റേജിലാണ്. അപ്പോൾ ഇനി ഡോക്ടർമാർ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇത് കരൾ മാറ്റി വെച്ചേ പറ്റൂ, അതിൽ വേറെ ഒരു ഇതുമില്ല, അല്ലെങ്കിൽ ഇവർക്ക് ജീവൻ തന്നെ അപകടമാണ്. അപ്പോൾ ഏറിക്കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയുടെ ഉള്ളിൽ ഈ ശസ്ത്രക്രിയ നടന്നിരിക്കണം. അതിലൊരു മാറ്റമില്ല. ഇപ്പോൾ ഒരു പ്രോട്ടീൻ പൗഡറിലൂടെയാണ് ഇപ്പോൾ അവരെ ജീവൻ നിലനിർത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മകൻ്റെ ഇതാണ് നോക്കിയിരിക്കുന്നത്, കരൾ കൊടുക്കാമെന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഇതായിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇന്നാണ് കിട്ടുക. ഇന്നിപ്പോൾ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ അറിയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മാച്ചിങ് ആവുന്നാണ് 99% പ്രതീക്ഷ. അല്ലെങ്കിൽ ഇനി വേറെ കരൾ നമ്മൾ ആരെയും സമീപിക്കണം. അത് ഇതുവരെ ആരും വന്ന് അതിന് വേണ്ടിയിട്ട് തയ്യാറായി വന്നിട്ടില്ല. അപ്പോൾ ഹോസ്പിറ്റലുകാരോട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത്, നിങ്ങളെക്കൊണ്ടാവുന്ന ധനസഹായം അതെത്രയോ ആയിക്കോട്ടെ, ഒരു ജീവന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയാണ് അപേക്ഷിക്കുന്നത്. അപ്പം അത് സ്വമനസ്സുകളുടെ കാരുണ്യം ഉണ്ടാവണം. അതാണ് ഇപ്പം നിങ്ങളോട് എനിക്ക് ഈ വൈകിയ വേളയിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അത്രയും വിഷമഘട്ടത്തിലാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ആത്മഹത്യയുടെ വക്കിലാണ്. അതായത് ഞാനൊരു കൃഷിക്കാരനായിരുന്നു. ആ കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മഴയത്ത് ഒരുപാട് കൃഷി നാശനഷ്ടം ഉണ്ടായി. അതിലൊരുപാട് മാനസികമായിട്ട് തകർന്ന ആത്മഹത്യയുടെ വക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതും കൂടി, അത് മനസ്സിന് താങ്ങാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലിപ്പം ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവിധ നല്ലവരായ പൊതുസമൂഹത്തിൻ്റെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ധനസഹായം തന്ന് എൻ്റെ ഭാര്യനെ എങ്ങനെയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണമെന്നാണ് നിങ്ങളോട്, പൊതുസമൂഹത്തിനോടും എല്ലാവിധ ഈ എത്രത്തോളം നമ്മുടെ ഇതുണ്ടോ അതൊക്കെ ഇതായിട്ട് എനിക്ക് സഹായിക്കണം എന്ന്, എൻ്റെ ഭാര്യനെ എങ്ങനെയും രക്ഷപ്പെടുത്തി നിങ്ങൾ തരണം. അത് ദൈവത്തിൻ്റെ അടുത്താണ്. പക്ഷെ നമ്മളാൽ പൊതുജനങ്ങളെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തു തരിക, അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ആലത്തൂർ MP രാധാകൃഷ്ണൻ, യുവ പ്രദീപ് MLA എന്നിവർ മുഖ്യ രക്ഷാധികാരികളായും, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ രക്ഷാധികാരികളായും, ജനപ്രതിനിധികൾ വൈസ് ചെയർമാൻമാരായും ഉൾപ്പെടുത്തി ഓമന ഉണ്ണി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. 2 കുട്ടികളുടെ അമ്മയും പൊതുപ്രവർത്തകയുമായ ഓമന ഉണ്ണിയെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തണം. ഓമന ഉണ്ണി ചികിത്സാ സഹായ സമിതിക്കൊപ്പം നമുക്കൊന്നായി, ഒറ്റക്കെട്ടായി, ഒരു മനസ്സോടെ പ്രവർത്തിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ദിവ്യ എന്നറിയപ്പെടുന്ന ഓമന ഉണ്ണിയുടെ ചികിത്സാർത്ഥം നടത്തുന്ന ഒരു പത്രസമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മളാരും സമൂഹത്തിൽ ഒരു രോഗമോ ഒരു അപകടമോ
ചോദിച്ചു വാങ്ങുന്നില്ല, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല. സ്വതന്ത്രമായി ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഓരോ വ്യക്തിയിലുമുള്ള അധികാരവും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കേണ്ട സമൂഹത്തിൻ്റെ ബാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ മാധ്യമപ്രവർത്തകരായ നിങ്ങളിലൂടെ ഓമന ഉണ്ണിക്കുണ്ടായ തികച്ചും അപ്രതീക്ഷിതമായ വളരെ ചുരുങ്ങിയ കാലം, ഏകദേശം 2 ആഴ്ചയ്ക്ക് മുൻപ് അറിയപ്പെടുന്ന ഒരു മഹാരോഗം, കരൾ മാറ്റിവെക്കുക എന്നുള്ള ഗുരുതരമായ ഒരു രോഗം, അതുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ബാധ്യത, താങ്ങാൻ പോലും ആവാത്ത രീതിയിൽ വിലപിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് നിങ്ങളിലൂടെ സമൂഹം അറിയേണ്ടത്. നമുക്കറിയാം, ഓരോ വ്യക്തിക്കും ഈ സമൂഹത്തിൽ സന്തോഷത്തോടെ സമാധാനമായി ആരോഗ്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും വിധി അതിനനുവദിക്കുന്നില്ല. അവിടെയാണ് യഥാർത്ഥ സമൂഹത്തിൻ്റെ റോൾ. ഓരോ വ്യക്തി അവൻ എത്ര വലിയവനായാലും ശരി, എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടായാലും ശരി, സമൂഹത്തെ സ്നേഹിക്കാത്ത, സമൂഹത്തിൻ്റെ കണ്ണീർ തുടയ്ക്കാൻ കഴിയാത്ത ഒരു ജീവിതവും വ്യർത്ഥമായായി നമ്മുടെ മുന്നിൽ ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ ഓമന ഉണ്ണിക്ക് അടിയന്തരമായ ഒരു ശസ്ത്രക്രിയ അനിവാര്യമായിരിക്കുന്നു. കരൾ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു വലിയ സർജറി, അതിനൊട്ടും സമയമില്ല നമ്മുടെ മുൻപിൽ ആകെ പ്രതീക്ഷയുള്ളത് നല്ലവരായ, കരുണ നിറഞ്ഞ, സമൂഹത്തെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുടെ സഹായം മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ബലം. അതുകൊണ്ട് തന്നെ ഓമന ഉണ്ണിയുടെ ഈ തികച്ചും അപ്രതീക്ഷിതമായ ഈ മഹാരോഗത്തിന് പ്രതിവിധിയായി നല്ലവരായ എല്ലാ മനസ്സുകളും ഒത്തൊരുമിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ ഈ ചികിത്സ നടത്തി, മേൽപ്പറഞ്ഞ ജനപ്രതിനിധികൾ, നമ്മുടെ ബഹുമാനപ്പെട്ട MP, MLA എല്ലാം അടങ്ങുന്ന വലിയ ഒരു കമ്മിറ്റി ഇതിനകം തന്നെ രൂപീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഒപ്പം നമുക്കെല്ലാം ഒരു ചെറിയ താങ്ങാവാൻ, അവർക്കൊരു തുണലാകാൻ കഴിഞ്ഞാൽ അതുതന്നെയായിരിക്കും ഏറ്റവും വലിയ കാര്യം. നാളെ നമ്മളിൽ ഓരോരുത്തരും ഈ പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഓമന ഉണ്ണിയുടെ ഈ ചികിത്സയ്ക്ക് വേണ്ട ധനസഹായം നടത്തുന്ന എന്ന പ്രക്രിയയിൽ നമ്മളെല്ലാവരും പങ്കുചേരണം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ സമൂഹത്തിൽ ഏറ്റവും നല്ല വാർത്തകൾ നൽകിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ ആരോഗ്യവും കൊടുക്കുവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാണ്. സമൂഹത്തിൽ നടക്കുന്ന ഓരോ തരം വിപത്തിനെയും നമ്മൾ ഓരോരുത്തരും ഭാഗവാക്കാവണം. ഇതെല്ലാം നമ്മൾ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും അവർക്ക് നന്മ വരുത്തട്ടെ, അവരുടെ ആരോഗ്യം യാതൊരു കുറവുമില്ല പൂർവ്വ സ്ഥിതിയിലേക്ക് തിരിച്ചു വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നല്ലൊരു സാമൂഹ്യ പ്രവർത്തകയാണ് അവർ. നിരവധി മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നു. സ്വന്തം കുടുംബത്തിനപ്പുറം സമൂഹത്തിന് വേണ്ടി കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച ഒരു വ്യക്തി, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ദിവ്യ എന്ന് പറയുന്ന ഓമന ഉണ്ണി. അവർക്ക് വേണ്ട ചികിത്സയ്ക്ക് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ സഹായങ്ങൾ ഓമനയുടെ ഭർത്താവ് ഉണ്ണിയുടെ പേരിൽ ചേലക്കര കേരള ഗ്രാമീൺ ബാങ്ക് ശാഖയിൽ അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കേണ്ടതാണ്. ഓമന ഉണ്ണി ചികിത്സാ സഹായ സമിതി, കേരള ഗ്രാമീൺ ബാങ്ക്, ചേലക്കര ശാഖ. അക്കൗണ്ട് നമ്പർ 405181076833. ഗൂഗിൾ പേ നമ്പർ 9656920320. ചികിത്സാ സഹായ സമിതി ചെയർമാൻ, വാർഡ് മെമ്പറുമായ ഗോപാലകൃഷ്ണൻ, മറ്റ് ഭാരവാഹികളായ വി രവീന്ദ്രൻ, ഉണ്ണി, ഗോപി ചക്കുന്നത്ത്, TC പ്രകാശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുരംഗത്തും പ്രവർത്തിക്കുന്ന ഒരു നല്ല പ്രവർത്തകയാണ്. ഈ 2 മാസം മുമ്പ് വരെ പൂർണ്ണ ആരോഗ്യവതിയായിരുന്ന ഓമനയ്ക്ക് പെട്ടെന്ന് കാലിൽ നീര് വരും. അത് സംബന്ധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോവുകയും അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ടാണ് ഇന്നതാണ് അസുഖം എന്ന് പറഞ്ഞത്. അപ്പോഴേക്കും 4ാം സ്റ്റേജ് എത്തിയിരിക്കുന്നു. അപ്പോൾ അതൊന്നും പെട്ടെന്ന് ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞത്. 80 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ഈ ചികിത്സയ്ക്ക് ഞങ്ങളെക്കൊണ്ട് സഹായിക്കാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓമന ഉണ്ണിയുടെ ജീവൻ രക്ഷിക്കണം എന്നുള്ള ഒറ്റ മനസ്സോടെ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്ന് പരിശ്രമിക്കുന്നുണ്ട്. നല്ലവരായ നാട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും പൂർണ്ണ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ന്യൂസ് ഡെസ്ക് CCV.